ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേസ്തുഭ്യം നമോ നമഃ. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശുക്രൻ്റെയും ബുധൻ്റെയും രാശി മാറ്റം. ശുക്രനും ബുധനും ബലവാനായിട്ട് വരുന്നു. ഈ സന്ദർഭത്തിൽ മകരം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ശുക്രൻ 2024 സെപ്റ്റംബർ മാസം 12-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 12-ാം തീയതി വരെയാണ് തുലാം രാശിയിൽ നിൽക്കുന്നത്. തുലാം രാശി ശുക്രനെ സംബന്ധിക്കുന്നിടത്തോളം തൻ്റെ സ്വന്തം ക്ഷേത്രമാണ്. അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥാനാധിപനും അതുപോലെ തന്നെ ഭാഗ്യാധിപനുമായ കേന്ദ്ര ത്രികോണാധിപത്യമുള്ള രാജയോഗകാരകനായ ശനി തൊഴിൽ സ്ഥാനത്ത് പൂർണ്ണ ബലവാനായിട്ട് വരുന്ന സന്ദർഭം. ഈ സമയത്ത് 9-ാം ഭാവാധിപത്യം കൂടിയുള്ള ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ആയ ബുധൻ തൻ്റെ സ്വന്തം ക്ഷേത്രം, അത് ഉച്ചക്ഷേത്രവും കൂടിയാണ്, അവിടെ ബലവാനായിട്ട് വരും. പൂർണ്ണ ബലവാനായിട്ട് അത് ബുധൻ സെപ്റ്റംബർ മാസം 23-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 9-ാം തീയതി വരെയാണ് വരുന്നത്. അങ്ങനെ തൊഴിൽ സ്ഥാനത്തെ കേന്ദ്ര ത്രികോണാധിപ യോഗവും ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപനും ഒക്കെ ബലവാനായിട്ട് നിൽക്കുന്ന ഈ സന്ദർഭം മകരം രാശിക്കാർക്ക് അത്യപൂർവമായി ലഭിക്കുന്ന ഒരു ഭാഗ്യസമയമാണ്. ഈ ഭാഗ്യസമയം വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ വലിയ വലിയ നേട്ടങ്ങൾ ഭാവിയിലേക്ക് വന്നു ചേരത്തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങൾ സാധിക്കുന്നതാണ്. അതായത് ചില ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുക. ദീർഘനാളുകളായിട്ട് ടെസ്റ്റുകൾ എഴുതി പാസ്സാകാത്തവർക്ക്, യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും, നിങ്ങളുടെ ജാതകാലുള്ള ഫലങ്ങൾ കൂടി കുറച്ച് മെച്ചമാണ് എങ്കിൽ അത് കൃത്യം അറിയുവാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് ജാതകം നോക്കണം. അതിനൊക്കെ നേരിട്ട് വിളിക്കുകയോ ഫോൺ വിളിക്കുകയോ നേരിട്ട് വരികയോ ഒക്കെ ചെയ്യുവാൻ അവസരമുണ്ട്. ഈ ഭാഗ്യസമയം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകൾ എഴുതി പാസ്സാകുക. പാസ്സായി നിൽക്കുന്ന ടെസ്റ്റുകളൊക്കെ പാസ്സായി നിൽക്കുന്നവർക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നത്, ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ നല്ല ഒരു ജോലി കരസ്ഥമാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂമി വിൽക്കണമെന്ന് ആഗ്രഹിച്ച് ദീർഘനാളുകളായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് ഭൂമി വിൽക്കുന്നതിനും അതിനുള്ള സമ്പത്ത് വന്നു ചേരുന്നതിനും യോഗം. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുകയും കൂടി ചെയ്യുന്ന സമയമാണ് എന്ന് വിചാരിക്കണം. അങ്ങനെ രാശിയിൽ പല ഗ്രഹങ്ങളും ഗോചരാൽ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒരു ഗൃഹമോ അല്ലെങ്കിൽ കുറച്ച് ഭൂമിയോ ഒക്കെ വന്ന് ചേരണം, അല്ലെങ്കിൽ അങ്ങനെ കിട്ടാനുള്ളത് വാക്ക് പറഞ്ഞ് തരാമെന്നുള്ളത് ദീർഘിപ്പിക്കാതെ ഇപ്പോൾ അതിന് ഇടപെട്ടാൽ അത് കിട്ടുന്നതിനുള്ള യോഗവും ഭാഗ്യവുമുള്ള സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക. പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ സന്താനങ്ങളോടൊത്ത് കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ ദിനങ്ങൾ കഴിഞ്ഞു പോകുന്നതിനും അവരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനും, പ്രായമായ അല്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന മക്കളുള്ളവർക്ക് അവരുടെ മക്കൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിനും അതുവഴി ഒരു നേട്ടമുണ്ടാകുന്നതിനും സന്തോഷം അനുഭവിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. പ്രായമായവർക്ക് ഇപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടുകയും ഈ സമയത്ത് പറഞ്ഞു. എന്നാൽ അവരുടെ മക്കൾക്കൊരു ജോലി കിട്ടാം, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കൊരു വാഹനം വന്നു ചേരുകയോ ഗൃഹം വന്നു ചേരുകയോ ഒക്കെ ചെയ്യുന്നതിന് യോഗമുണ്ട്. അതിനായിട്ട് ശ്രമിക്കുക. അത് കലാകാരന്മാരായിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുഭവങ്ങൾ തരുന്ന ഒരു സമയമാണ്.
കലാരംഗം, അത് സ്റ്റേജ് പ്രോഗ്രാം ആയാലും ഒരു സിനിമയിലായാലും ഒരു പരസ്യ ചിത്രത്തിലായാലും എന്ന് വേണ്ട ഒരു ബ്യൂട്ടി പാർലറായാലും നടത്തുന്നവരോ, ആർക്കിടെക്റ്റേഴ്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, അത് വാഹനത്തിൻ്റെ ആയാലും ഗൃഹത്തിൻ്റെ ആയാലും വസ്ത്ര വ്യാപാര വിപണനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്ന, അതിൻ്റെ നിർമ്മാണം കലയുമായി ബന്ധപ്പെട്ടവർക്കും എന്ന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുന്ന പാചക കല, അതൊരു നല്ല ഇതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക്, വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു ധനാഗമനയോ, ചിട്ടി കുറിയടിക്കുക, കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ശരിയായി കിട്ടുക, സുഹൃത്തുക്കളിൽ നിന്നൊരു ധനസഹായം കിട്ടുക, വായ്പ മേടിച്ചിട്ടായാലും ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയമാണ്. അവസരങ്ങൾ ആർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല, അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. ശനിയാഴ്ച വ്രതമെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുക, അങ്ങനെയുള്ള കാര്യം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജാതകം നോക്കുന്നതിന്, അതായത് വിവാഹ കാര്യത്തിന് പൊരുത്തം നോക്കുന്നതിനും, വിവാഹ തടസ്സമായാലും ജോലി തടസ്സമായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും ഒക്കെ ജാതകം നോക്കി നിർണയിക്കുന്നതിന് നേരിട്ട് വരികയോ ഒക്കെ ചെയ്യാനായിട്ട് എല്ലാവർക്കും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.